തിരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ മുന്നണികൾ എങ്ങനെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അതങ്ങനെ ഓടിത്തീർക്കാൻ വേണ്ടി അവസാന ലാപ്പാണ് അതിൽ എത്രത്തോളം മുന്നേറുന്നു എന്നുള്ള വിഷയം കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് തലസ്ഥാന നഗരിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം? ലക്ഷ്മി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ തന്നെ ധൃതി പിടിച്ച് നടക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും ഒരുപക്ഷെ മണ്ഡലങ്ങളിലെ എല്ലാ മേഖലകളും വളരെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരുപക്ഷെ പ്രചാരണ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തീരദേശ മേഖലയാണെങ്കിലും മലയോര മേഖലയാണെങ്കിലും ഒക്കെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് മോദിയുടെ ഗ്യാരണ്ടി, മോദി കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിൽ തലസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രചരണ പരിപാടികൾ നടക്കുന്നത്. നമുക്കറിയാം, മോദി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തലസ്ഥാനത്ത് നടപ്പിലാക്കിയ ധവളപത്രം ഉൾപ്പെടെ ഈ പ്രചാരണ പരിപാടിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം. കുടിവെള്ള വിതരണം, അതോടൊപ്പം തന്നെ തൊഴിൽ, അതോടൊപ്പം തന്നെ കർഷകരെ ചേർത്ത് പിടിച്ച വർഷം, അതോടൊപ്പം തന്നെ ഭക്ഷ്യ വിതരണം, അങ്ങനെ സമാനമായിട്ടുള്ള ഒരു അടിസ്ഥാന വർഗം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കേണ്ട തരത്തിലുള്ള അവരുടെ അധ്വാനത്തിന് പുറമെ ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിന് ഒരു ജനങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്, ആ രീതിയിൽ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ധവളപത്രത്തിലൂടെ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളാണ് ധവളപത്രത്തിലൂടെ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ തന്നെയാണ് ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അറിയിച്ച് ഓരോ നേതാക്കളും അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലായാലും തിരുവനന്തപുരം മണ്ഡലത്തിലായാലും ഓരോ വീടുകളിലും കയറി ഇറങ്ങി മോദി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കൊണ്ട് തന്നെയാണ് പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഓഖി ദുരന്തത്തിന് ശേഷം തീരദേശം നേരിടുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം, ഒരു തീരശോഷണം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉടനടി അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ പരിഹാരം കാണുമെന്ന് അറിയിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, എന്ത് വികസനമാണ്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് തീരദേശ മേഖലയിൽ കൊണ്ടുവരേണ്ടത്, ആ മാറ്റം 3 മാസത്തിനുള്ളിൽ ചെയ്ത് കാണിക്കുമെന്ന മാപ്പ് ഉൾപ്പെടെയുള്ളവ ഈ മേഖലയിലെ ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇരു സ്ഥാനാർത്ഥികളും ഈ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമ്മൾ ഈ മലയോര മേഖലയ്ക്കും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലെ ഇടയിൽ വരികയാണെങ്കിൽ ഈ റിംഗ് റോഡ് പദ്ധതി, അതോടൊപ്പം തന്നെ ദേശീയപാത വികസനം, റോഡ് വികസനം, ഇത് മൂന്നുമാണ് ഈ മലയോര മേഖലയ്ക്കും തീരദേശ മേഖലയിൽ ഇടയിൽ വന്ന പ്രദേശങ്ങൾ നടക്കുന്നത്. ഈ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് വലിയ കാര്യമായ രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഹൈവേ വികസനത്തിലും അതോടൊപ്പം തന്നെ റോഡ് വികസനത്തിലും വന്ന മാറ്റം, തിരുവനന്തപുരത്ത് മുക്കോല മുതൽ നാവായിക്കുളം വരെയുള്ള ഹൈവേ വികസനം, അതോടൊപ്പം തന്നെ 4 വരിപ്പാത വികസനം, അത് നമ്മൾ പറയുന്നതിനേക്കാളും ഉപരി നമുക്കത് കണ്ട് മനസ്സിലാക്കേണ്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതി, ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങളിലൊക്കെ സമഗ്രമായി ഇടപെടാൻ മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മോദി സർക്കാരിൻ്റെ ഈ വിജയഗാഥകൾ പറഞ്ഞുകൊണ്ട്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും ഈ പര്യടനം അല്ലെങ്കിൽ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള പോരുകളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നത് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ ശശി തരൂരിൻ്റെ ആരോപണം, അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ഒരു നിലപാട്, അതോടൊപ്പം തന്നെ അതും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് തന്നെ വരും. ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ നിയമപരമായി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്ന രീതി കണ്ടിട്ടില്ല. അത് തന്നെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായി, തനിക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് കഴമ്പുള്ളതായിരിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ആരോപണം വരാൻ പാടുള്ളൂ, അല്ലാത്ത പക്ഷം താൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്ന ഒരു വിഷയം വന്നു. അതോടൊപ്പം തന്നെയാണ് ഒരുപക്ഷെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരന്റെ ജയത്തെ ഭയന്നുകൊണ്ട് ഇടത് സംഘടനയിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വി മുരളീധരനെതിരെ ആക്രമണം കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരുപക്ഷെ വിജയം മുന്നിൽ കണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ മറ്റു രീതിയിലൊക്കെ പ്രതിരോധിക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് തന്നെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളും തിരഞ്ഞെടുപ്പിന്റെ ചൂടുമൊക്കെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും